എൻ്റെ കേക്ക് ബേക്കിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇമ്മാതിരി ഒരു മറവ് മറക്കണത്. തലേദിവസം വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ കിട്ടിയ സമയത്ത് ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യണ സമയത്താണ് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കേക്കിൻ്റെ സ്റ്റാൻഡുമില്ല, ബോക്സും ഇല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല വിചാരിക്കുക. കാരണം നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് ബോക്സ് അപ്പത്തിന് മേടിച്ച് വെക്കാമല്ലോ. പക്ഷേ സ്റ്റാൻഡില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ഐസിങ് ചെയ്ത് വെക്കുക? അപ്പോൾ ഞാനൊരു കിട്ടിയൊരു പ്ലേറ്റിൽ അത് ഐസിങ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് വേഗം പോയിട്ട് സ്റ്റാൻഡും ബോക്സും മേടിച്ച് വന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതും എൻ്റെ ഒരു പ്ലേറ്റുകളൊക്കെ ഉൾഭാഗം കുറച്ച് കുഴിയുള്ള കാരണം ഭയങ്കര പാടായിട്ടോ നമുക്ക് ഇതൊന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ അടിഭാഗം കുറച്ച് വിണ്ട പോലെ കിട്ടിയത് കേട്ടോ. അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടോ. അപ്പം അടിഭാഗത്ത് കുറച്ച് അപാകത ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ, അത് കവർ ചെയ്ത് പോവും. പിന്നെ സിമ്പിളായിട്ട് റോസറ്റ നോസിൽ വെച്ചിട്ട് ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്തത്.